ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയല്ലോ. എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നതാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ചില പൊട്ടിത്തെറികൾ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചു. പക്ഷേ അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥി ഐക്യത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെയും DCC പ്രസിഡന്റ് ശ്രീ ജോയിയുടെയും പേരുകൾക്ക് മുൻതൂക്കം വന്ന സമയങ്ങളിൽ ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് ചാനലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും പാർട്ടിയാണ് വലുത് എന്ന പ്രഖ്യാപനത്തിൽ വളരെ പക്വതമായ തീരുമാനങ്ങൾ എടുത്ത മലപ്പുറം DCC പ്രസിഡന്റ് ജോയിയുടെ തീരുമാനങ്ങൾ KPCC-ക്കും AICC-ക്കും കരുത്തു പകരും. UDF-ന്റെ ഘടകകക്ഷികൾക്കും ആശ്വാസം മാത്രമാണ്. ഒരുവിധ അസ്വരസ്യങ്ങളും ഇല്ലാത്ത ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കൈവന്നിരിക്കുന്നു. ഇനി മറ്റുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ കൂടി രംഗത്ത് വരുന്നതോടെ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവർത്തകരും നിലമ്പൂർ മണ്ഡലവും കടക്കുകയാണ്. കേരളത്തിൽ മറ്റൊരിടത്തും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയ കേരളത്തിന്റെയും ശ്രദ്ധ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയായിരിക്കും. നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായത് മുതൽ ഇങ്ങോട്ട് LDF-ഉം UDF-ഉം വിജയിച്ച മണ്ഡലം തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിലൂടെ UDF കുറച്ചു കാലം മണ്ഡലം നിലനിർത്തി എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ PV അൻവർ രാജിവെച്ചൊഴിവിലാണല്ലോ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDF-ഉമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും മൂലമാണ് അദ്ദേഹത്തെ രാജിവെച്ചത്. UDF-ഉമായി സഹകരിക്കും എന്നൊക്കെയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തെങ്കിലും അവസാന നിമിഷത്തിൽ ഐക്യത്തിലെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഐക്യം സാധ്യമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ UDF-ൽ തൽക്കാലം ഉൾപ്പെടുത്താൻ സാധ്യത കാണുന്നില്ല. അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതും തൃണമൂൽ കോൺഗ്രസ് UDF-ൽ പ്രവേശനം സാധ്യമാകുമോ എന്ന വിഷയം തന്നെയായിരിക്കും. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിൽ എത്തും. കാരണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇലക്ഷന് തയ്യാറായിരുന്നു. പക്ഷേ പ്രഖ്യാപനം വരാത്തത് മാത്രമായിരുന്നു തടസ്സം. എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തയ്യാറെടുപ്പിന്റെ സമയം നഷ്ടമില്ല. ഇനി പ്രചരണത്തിന്റെ ചൂടിലേക്കാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടക്കാൻ പോകുന്നത്. ഈ പെരുമഴക്കാലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതും ഒരു ചൂടേറിയ പ്രചരണം തന്നെയായിരിക്കും. ഉപതെരഞ്ഞെടുപ്പ് ആരവത്തിൽ ഇനിയും ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി എത്താം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.